ഭയങ്കര പൊടിയാട്ടോ റോഡ് പണീൻ്റെ. ഭയങ്കര പൊടിയാ. കുപ്പം പാലം, ഇതേ കുപ്പം പാലം. ഇതിലോട്ടാണ് പുതിയ പാലം വരുന്നത്. ആ പണി നടക്കുന്നുണ്ട്. പണിക്കാരുണ്ട്. ഈക്കോ ഇതേ പോകുന്നു ഈക്കോ. ഞങ്ങൾ കുപ്പത്തെ റോഡ് ഇതാ പാലം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്കാണ് പോകാം കേട്ടോ. അതുവഴിയാണ് പോകാം കേട്ടോ. മാലയാലും കൂന്നൽ ഇടിച്ച് നിരത്തിയിട്ട് അതുവഴിയാണ് പോകും കേട്ടോ. അവിടുന്ന് റൈറ്റ് ഇതാ ഇതുവഴി ഇങ്ങനെ പാസ്സാവും. ഇതുവഴി ഇങ്ങനെ പോകും. വായ തുറന്ന് പറയാൻ കഴിയുന്നില്ല. വായിൽ പൊടി വരുന്നു. അയ്യോ വായിൽ പൊടി വരുന്നു. ഇനിയൊന്നും പറയുന്നില്ല, ശരിയാവില്ല. വയസ്സ് അങ്ങനെ സർവീസിന് വെച്ച് കൊണ്ടോ. അടക്കണ്ട പൈസ വേണ്ടേ? എത്രയാണ്? ആ അസ്ലമോ സ്ലിപ്പ് വേണോ? എന്നാ കൊണ്ടോ. എവിടെയാണ് ക്യു ആർ കോഡ്? ഇതല്ലേ ഇവിടെ വേണമല്ലോ. 470 ആ സ്വിച്ചിൻ്റെ കൂടി ഇല്ലേ? ഓക്കെ ശരി ആയിട്ടുണ്ടേ. ആ അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചേ മതി. അതില്ലേ സംഭവം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. വണ്ടി കഴുകുന്നുണ്ട്. വണ്ടി കഴുകാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. കഴുകട്ട്. എൻജിൻ ഓയിലും സ്വിച്ച് ആ ലൈറ്റിൻ്റെ സ്വിച്ചില്ലേ, ലൈറ്റിൻ്റെ സ്വിച്ചും മാറ്റി. ഞാൻ സെക്കൻഡ് സർവീസ് മുതൽ പറഞ്ഞു തന്നെ. പിന്നെ അവർ ഇതുവരെ അടിച്ചിട്ട് സെറ്റാക്കി തന്നെയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആവും. പ്രശ്നം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് കംപ്ലൈൻ്റ് ആവും. എന്നിട്ട് ഇപ്പോൾ ഞാൻ മാറ്റാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. 66 ടൈമില്ല. ഇനി 66 അന്നേ ഞാൻ മാറ്റാൻ പറഞ്ഞു. പക്ഷെ അവർ മാറ്റിയില്ല. അവർക്ക് 66 ഉള്ളൂ സാധനത്തിന്. ഡിമ്മ് സ്വിച്ച് 66. എൻജിൻ ഓയിൽ 345. എൻജിൻ ഓയിൽ കേട്ടോ 345. പിന്നെ ലേബർ നിങ്ങളുടെ പോന്നേ. ഞാൻ ഒരു വർഷം പോകട്ടോ. മൊത്തം മാനേജറാണ് ഇവിടെ പോകുന്നു. പിന്നെ ലേബർ ചാർജ് പ്ലസ് ടാക്സ് 59 എല്ലാം കൂടി 470. അപ്പോൾ വണ്ടി കഴുകുന്നുണ്ട്. കഴുകിയിട്ട് എടുത്തിട്ട് പോവാം. ഓക്കെ. വാഷിങ് 1 മണിക്കൂറായി. ഏതായാലും വൃത്തിക്ക് അടിപൊളിയായിട്ട് കേട്ടെ. നന്നായി കഴുകുന്നുണ്ട്. വേറൊരു ബർഗുവിന് ഇതോ ലൈറ്റ് ഗ്രേ തന്നെ. ഗ്രേ അല്ല എൻ്റെ ഇതിൻ്റെ കട്ടി ഗ്രേ ആണ്. ഇത് ലൈറ്റ് ഗ്രേ അല്ല. കേട്ടെ ഇവനായി സെറ്റായി. ഇങ്ങനെ സെറ്റായി കേട്ടോ. ഇങ്ങനെ നമുക്ക് നേരെ വിടാം. ഓക്കെ. മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. ഒരു മഴക്കാറുണ്ട്. ഗൈസ് നമ്മളങ്ങനെ അവിടെ നിന്ന് വിട്ടേട്ടാ. വണ്ടി കഴുകി കഴുകി സെറ്റപ്പനാക്കി എന്നാണ് പറയും. കുട്ടപ്പനാക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ പട്ടും വഴിയാണ് വരുന്നത്. കുറേ കാലം ഇതുവഴി വന്നിട്ട്. അപ്പോൾ ആച്ചാരം നമുക്ക് ഇതുവഴി വരാം. അപ്പോൾ നമ്മളങ്ങനെ പട്ടും വഴി ഇങ്ങനെ വരികയാണ്. ഇതെന്താണ് കാവുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പട്ടത്തെത്തി. കാവുങ്കൽ ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട് മക്കളെ. പ്രകൃതി രമണീയമായ സ്ഥലം. പ്രകൃതി രമണി ഇതാന്ന് കണ്ടോ, കാണിച്ചു തരാം. പ്രകൃതി രമണിയാണ്. അടിപൊളി സ്ഥലമാണ്. മഴക്കാലത്തെല്ലാം പറഞ്ഞപ്പോൾ വൈബാണ് കേട്ടോ പ്രകൃതി രമണി. വൈകിട്ട് ഭയങ്കര സുഖമായിരിക്കും. അടിപൊളിയായിരിക്കും. ഇതിലോട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിക്ക്. അവിടെ മഞ്ഞ് പോകാൻ തുടങ്ങിയല്ലേ? ആ നേരെ കാണുന്ന മഞ്ഞല്ലേ? ആ മഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. മഞ്ഞെല്ലാം സ്റ്റാർട്ടായി. നമ്മളങ്ങനെ ഒരു വയലിൻ്റെ അടുത്ത് എത്തി. 2 സൈഡിലും വയൽ. സൂര്യനെ കണ്ട അങ്ങ് സൂര്യനുണ്ട്. ഇവിടെ ചായക്കട ഉണ്ടല്ലോ. ഭയങ്കര തിരക്കല്ലേ ചായക്കടയിൽ ഉണ്ടോ? ചാവണിക്ക് സൂര്യൻ നോക്കിയാ ഏതാണല്ലേ. ഭയങ്കര രസമുണ്ടിട്ട് അലവനെ. ഇപ്പോൾ 2 സൈഡിൽ വയൽ. അത് പട്ടുവത്തെ കുന്ന് അങ്ങാ കാണുന്നത്. ഇത് നല്ല രസമാട്ടോ. നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്. കുറേ കൊച്ചകളൊക്കെ കൊക്ക്
വൈകുന്നേരം ഇങ്ങനെ ശാന്തനായിട്ട് ഇങ്ങനെ യാത്രയാണ് ഇതൊക്കെ വേറെ വൈബ്. അവിടെ ചായക്കടി കിട്ടിനല്ലേ നല്ല സ്ഥലത്ത്, നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരുണ്ട്, നല്ല കച്ചവടം ഉണ്ടാവും. കാരണം ഇവിടെ ഇരിക്കാൻ വരുന്നവരെല്ലാം ഒരു ഗ്ലാസ് ചായ ഇങ്ങനെ ഊതി കുടിച്ചിട്ട് പൊളിയാ. നമുക്ക് വേറെ ദിവസം അവിടെ നിന്ന് കഴിക്കാം. എന്താണെന്ന് നോക്കട്ടെ, അവിടെ നിന്നും കൊണ്ടു നോക്കട്ടെ, സ്പെഷ്യൽ ഒന്നും കൊണ്ടോ അല്ല ചായ മാത്രമേ ഉള്ളൂ, എന്താണെന്ന് അറിയില്ല, കയറിയിട്ടില്ല, നോക്കാം നമുക്ക് വേറെ ദിവസം വരാം. വില്ലേജ് ഓഫീസ് പട്ടോ, വില്ലേജ് ഇവിടെയാണല്ലേ? ഇവിടെ റോഡിൻ്റെ സൈഡിൽ നല്ല സ്പേസ് കൊടുത്തിനല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടൊക്കെ അങ്ങോട്ടേക്കുള്ള വീട്ടിലേക്കൊന്നും വണ്ടി പോയില്ല കേട്ടോ. അതുകൊണ്ട് നോക്കിയേ കെട്ടി വെച്ചിട്ട് അത് നല്ലതാണ്. പോസ്റ്റ് ഓഫീസ്, ഇവിടെ പോസ്റ്റ് ഓഫീസ് വരുന്നു കേട്ടോ, പട്ടണത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടെയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, കുഞ്ഞുമതിലകം ശ്രീ ഭഗവതി ക്ഷേത്രം. ഇതിപ്പോൾ ഒരു ജംഗ്ഷനെത്തി, ചെറിയൊരു ജംഗ്ഷൻ. നമുക്ക് ഇങ്ങോട്ടേക്കാ വണ്ടി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത്താത്താൻ്റെ വീടുണ്ട്, അവിടെ നമ്മൾ ഇത്താത്താലുണ്ട്. നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പട്ടവും പാലം വഴി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്താം. പക്ഷെ നല്ല റോഡാട്ടോ, അടിപൊളി റോഡാണ്, റോഡെല്ലാം സെറ്റപ്പാണ്, അടിപൊളി റോഡ്, സുഖമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് പോവാം. ഒന്നും പൊട്ടിയും പൊളിഞ്ഞിട്ടൊന്നുമില്ല, നല്ല റോഡാണ്. തലപ്പുറം മുതൽ തന്നെ നല്ല റോഡാണ്, നല്ല അതിനെ തലപ്പുറം മുതലേ നല്ല റോഡാണ്, അടിപൊളി. ഒരു നമ്പർ ചെയ്താൽ നല്ല ഒരു പഴയ എന്താ പറയുക ഒരു സെറ്റപ്പിൽ തന്നെ. അതൊക്കെ കണ്ട ആൽമരയിലായിട്ട് ആൽത്തറയിലായിട്ട് രസമുണ്ട്. ഇവിടെ ഉത്സവം നടക്കുന്നതാണ് നമ്മുടെ പട്ടവും പാലത്തിനടുത്തെത്താൻ. പട്ടവും പള്ളി അമ്പമ്പ് നമ്മുടെ പട്ടവും കോട്ടക്കൽ കടവ് പാറം. കോട്ടക്കൽ കടവ് പാറം ഇത് ഉപ്പിലിട്ടലുണ്ടല്ലോ. ഓ ഇത് നമ്മളെ പട്ടവും പാറം. ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും വൈകുന്നേരം ഇങ്ങനെ ആൾക്കാരിരിക്കും. എവിടെയും ആൾക്കാർ ഇരിക്കാൻ വരും കേട്ടോ, വൈകുന്നേരം എല്ലാം നല്ല രസമാണ്. ഇപ്പം ചൂണ്ടിടുന്നുണ്ടാവും, ഒരു സൈഡിൽ നിന്ന് ചൂടുണ്ടാവും, ചൂണ്ടലിങ്ങനെ ഇടും. പൊളി. അങ്ങനെ വീട്ടിലെത്തി, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഗയ്സ് വണ്ടീൻ്റെ സ്വിച്ച് മാറ്റിയിട്ടാ. അപ്പോൾ ഇന്ന് ഓയിൽ ചേഞ്ചും വണ്ടീൻ്റെ സ്വിച്ചും മാറ്റി. പിന്നെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് അവർ വണ്ടീൻ്റെ സ്വിച്ച് ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല സ്മൂത്തായി. സംഭവം വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ മാറ്റിയാൽ മതിയായിരുന്നു. കണ്ടോ സെറ്റാണ്, കണ്ടോ ഇപ്പോൾ കറക്റ്റ് നല്ല സ്മൂത്തുമായി, സാധനം സെറ്റുമായി. കണ്ടോ ഒരു കുഴപ്പമില്ല. പോത്തുണ്ടോ ഇനി? പോത്ത് പോയി രണ്ടുമൂന്ന് പോത്ത്, എരുമയാന്ന് തോന്നുന്നു. എരുമ വരെ പിന്നല്ല അതിൻ്റെ പേട്ടാ നെക്സ്റ്റ് വെക്കണം. വെള്ളം ആ ബിരിയാണി എന്നിട്ട് ദാഹിച്ചിക്കാനില്ല. ഓ ഭയങ്കര ദാവട്ടാ, ഒന്നും കഴിക്കാത്തതുകൊണ്ട്, അല്ല വെള്ളം കുടിക്കാത്തതുകൊണ്ട്. ഇന്നാ ക്ലാസ് ഇന്നോ ഗൈസ്. അപ്പോൾ വീഡിയോൻ്റെ പേട്ടാ. അപ്പോൾ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറക്കാതിപ്പോൾ തന്നെ ചെയ്യട്ടാ. പിന്നെ നിങ്ങളായി പറഞ്ഞു വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അഷ്റഫ് കണ്ണൂർ സെർച്ച് ചെയ്യാട്ടാ, എൻ്റെ അക്കൗണ്ട് കിട്ടും, ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ മറക്കരുത് കേട്ടോ, മറക്കാണ്ട് ചെയ്യും. അതിനെ നെക്സ്റ്റ് വെക്കണം. അപ്പോൾ അതുവരെ ബൈ.